അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇത്രയ്ക്ക് പ്രീമിയം ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയ അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഉത്തരത്തിൽ ചോർച്ചയെന്ന്. കേന്ദ്ര സർക്കാരിന്റെ ഖജനാവിന്ന് പൈസ നല്ലോണം ഇറക്കി നടത്തിയ പണിയാണ്. അപ്പൊ അങ്ങനെ വരാൻ യാതൊരു ചാൻസും ഇല്ല. എന്നാലും എന്തായാലും മോദിയുടെ ഖജനാവിലെ പൈസ നാട്ടുകാർക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ പിന്നെ അത് അയോധ്യയിലെ അമ്പലം, മോദിയുടെ ഉടുപ്പ് എന്നിങ്ങനെ ചെലവാകേണ്ടതല്ലേ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെയൊക്കെ ടാക്സിന്റെ പൈസയുടെ ഒരു കണക്ക് വെച്ച് അത് വലിയ എമൗണ്ട് അല്ലേ? അത്രയും എമൗണ്ട് ചെലവാക്കിയിട്ടും ചോർച്ചാന്നൊക്കെ പറഞ്ഞ എവിടെയോ എന്തോ ഒരു തകരാറുണ്ട്. പിന്നെ ഇവിടെ നീറ്റിന്റെ നെറ്റിന്റെ ഒക്കെ ചോദ്യപേപ്പർ ചോരുന്നു. പിന്നെ അല്ലേ അയോധ്യ. നീറ്റിന്റെ നെറ്റിന്റെ ഒക്കെ ചോദ്യപേപ്പർ അല്ലേ ചോർന്നത്, അല്ലാതെ എന്റെ ഉത്തരക്കടലാസൊന്നും അല്ലല്ലോ. ഇല്ലോജിക്കൽ പീപ്പിൾ. മാത്രമല്ല, ലക്ഷക്കണക്കിന് പിള്ളേര് ഉറക്കമൊഴിച്ച് പഠിച്ച് പൈസ മുടക്കി വന്ന് ഭാവി നോക്കി എഴുതിയ പരീക്ഷ പോലെയാണോ അയോധ്യ രാമക്ഷേത്രം? ഭാരതത്തിന്റെ ഐശ്വര്യവും അനുഗ്രഹവും തേങ്ങാപ്പുണ്ണാക്കും കാത്തു സൂക്ഷിക്കുന്നത് ഈ അമ്പലമാണ്. അതിന് ചോർച്ചാന്നൊക്കെ പറഞ്ഞ ഈ രാജ്യം എവിടെ ചെന്നെത്തും ഈ പോക്കാണെങ്കിൽ? സടാ, അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതുപോലെയാണോ നീറ്റ് പരീക്ഷ? നീറ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്രം കൂടിയിരുന്ന് ആലോചിച്ച ഒരു ബിസിനസ് മീറ്റിംഗിന് ശേഷം എടുത്ത തീരുമാനം, തീർത്തും വ്യാവസായിക അടിസ്ഥാനം. നീറ്റ് എഴുതാനുള്ള ആപ്ലിക്കേഷൻ ഫീസ് 1500. മൊത്തം പരീക്ഷ എഴുതിയത് 24 ലക്ഷം പേര്. അപ്പൊ മൊത്തം കേന്ദ്രത്തിന് കിട്ടിയ പൈസ 360 കോടി രൂപ. എന്നിട്ട് ഇങ്ങനെയായി. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ആരെ കൊണ്ട് പറ്റൂടാ ഈ നാട്ടിൽ ഇത്രയും ബിസിനസ് സെൻസ്? ഈ പാവപ്പെട്ട പൈസകളുടെ കഷ്ടപ്പാടും വിഷമവും ഡിപ്രഷനും ഒക്കെ എവിടെ കിടക്കുന്നു? 1800 കോടി രൂപ മുടക്കി ഉണ്ടാക്കിയ അയോധ്യ രാമക്ഷേത്രം എവിടെ കിടക്കുന്നു? ഇതിൽ രാംലല്ലയ്ക്ക് എന്തോ കലിപ്പുണ്ടെന്നാണ് വ്യക്തമാവുന്നത്. രാജ്യത്തിന്റെ വാസ്തു അങ്ങോട്ട് ശരിയാണല്ലോ. അല്ല, ഗ്രഹപ്പിഴ, അല്ല ജാതകം, എന്തായാലും അത് ശരിയല്ല. അല്ലെങ്കിൽ പിന്നെ ഈ രാജ്യത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞ് കെട്ടിപ്പൂക്കിയ അമ്പലത്തിലോട്ട് ആരും വരുന്നു പോലുമില്ല. ആളുകളുടെ കുത്തൊഴുക്കായിരിക്കും. ഇന്ത്യക്കാരൊക്കെ ഇനി അയോധ്യയിലായിരിക്കും താമസം എന്നൊക്കെ പറഞ്ഞ് നാട്ടിലെ എല്ലാ ട്രെയിനും റദ്ദാക്കി അങ്ങോട്ടൊരു 4 ട്രെയിൻ, പ്രത്യേക ബസ് സർവീസ്, എയർ സർവീസ്, പോർട്ട് വരുന്നു എന്ന് പറയുന്ന പോലെ സ്ഥലത്തിന് കുത്തനെ വില കൂടി. എന്നിട്ട് ഇപ്പം അങ്ങോട്ടൊരു പട്ടിക്കുട്ടി പോലും പോകുന്നില്ല എന്നും പറഞ്ഞ് ഈ സർവീസൊക്കെ റദ്ദാക്കുകയും ചെയ്തു. യാത്രക്കാർ തീരെ ഇല്ലെന്ന് പറഞ്ഞ് സ്പൈസ് ജെറ്റ് ഹൈദരാബാദിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും പട്നയിൽ നിന്നും ഒക്കെയുള്ള പ്ലെയിൻ അവിടുന്ന് റദ്ദാക്കി എന്നാണ് കിട്ടുന്ന വിവരങ്ങൾ. എന്റെ സോറി, വിഷയത്തിൽ നിന്ന് വ്യതിചരിച്ചു. ഓരോ പേര് ദൈവം, അത് മതി. ഈ അയോധ്യയിലോട്ടുള്ള ട്രെയിൻ റദ്ദാക്കിയ സ്ഥിതിക്ക് വന്ദേ ഭാരത് വരുന്നെന്നും പറഞ്ഞ് ഇവിടുന്ന് ഒഴിവാക്കിയ ട്രെയിനൊക്കെ തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്റെ ദൈവമേ. എന്നാൽ ഈ ചോർച്ച ഇതെങ്ങനെ വന്നെന്ന് ഒരു പിടിയും കിട്ടുന്നതാണ്. ഇവിടുത്തെ പൂജാരി വരെ പറയുന്നു പണി കഴിഞ്ഞ് 5 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതാണ് അവസ്ഥയെന്ന്. എന്നിട്ട് പള്ളി പൊളിച്ചിട്ടുണ്ടാക്കിയ കെട്ടിടമാണെന്ന് ദൈവം അങ്ങനെ അറിഞ്ഞു കാണുമോ? അതോ ഈ നീറ്റും നെറ്റും ഒക്കെ എഴുതിയ പിള്ളേര് ഓടി നടന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന് തന്നെ തോന്നിക്കാണുവോ മോദി പൂജാരിയായിട്ട് പ്രതിഷ്ഠിച്ച അമ്പലം അങ്ങ് പൊളിച്ചു കളയാന്ന്? എല്ലാ രാമന്റെ ഓരോ ലീല.